ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഒരു 2.5 കിലോൻ്റെ കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കേക്ക് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒപ്പം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കുറേ നാളെയിലെ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അതായത് ഇപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ പണികൾ കഴിഞ്ഞ് പിന്നെ കേക്കിൻ്റെ പണികളും കഴിഞ്ഞ് പിന്നെ അനിയൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിന് വീഡിയോസ് ഞാൻ ഇട്ടില്ല. അപ്പോൾ അവൻ്റെ കൂടെ ദിവസവും കറങ്ങാൻ പോകും. അവന് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതേപോലെ ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്ക് പോക്കാണ് പണി. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. അതൊക്കെ ഉണ്ടെങ്കിലേ വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിലല്ലേ ഫോണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഐഫോൺ 50 മാക്സ് പ്രോ ഇപ്പോൾ സെപ്റ്റംബറിൽ ഇറങ്ങിയത് കടയിൽ. അതുകൊണ്ടാണെങ്കിൽ നന്നായി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. എൻ്റെ ഫോണിൽ പറ്റില്ല. അതുകൊണ്ടാണ് എന്താ പറയുക ഞാൻ വീഡിയോസൊന്നും എടുക്കാഞ്ഞത് കേട്ടോ. പിന്നെ എന്താ പറയുക, കേക്കിൻ്റെ ഓർഡറുകളും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ പോയി വന്നിട്ട് 10-12 മണിക്കാണ് വരിക. പിന്നെ ആ സമയത്ത് കേക്കുകളൊക്കെ ചെയ്തിട്ട് അപ്പോഴത്തേനും നേരേക്കും വെളുക്കും. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും കുബൂസിൻ്റെ ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോണത് അറിയില്ല. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത്. പിന്നെ എല്ലാവരും പറഞ്ഞു എൻ്റെ വീഡിയോസിൻ്റെ വോയിസൊന്നും ശരിയാവണില്ല, നീ കറക്റ്റായിട്ട് പറയണില്ല, അതായത് നീ എന്താ പറയുക വീട്ടിൽ പറയണത് പോലെ പറയണത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ മാക്സിമം ഇനി ഇത്തിരി സ്ട്രൈറ്റായിട്ട് പറയാൻ നോക്കാം കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നോക്കട്ടെ. ഇനി നിങ്ങളെല്ലാവരും കമൻ്റ് ഇടണം കേട്ടോ, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയണത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കണം കേട്ടോ. എത്രത്തോളം നെഗറ്റീവായി ചിന്തിക്കണോ അത്രത്തോളം നമ്മൾ നെഗറ്റീവായി പോവും. അത് സർവ്വസാധാരണയാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എപ്പോഴും നമ്മുടെ മനസ്സിനെ മാറ്റം വരുത്താൻ ശ്രമിക്കും. അതായത് ബുദ്ധിയില്ലാത്ത മനുഷ്യനാണെങ്കിൽ അതിന് ശ്രമിക്കില്ല. നമ്മൾ മാക്സിമം എന്താ പറയുക, നമ്മൾ മനസ്സിനെ മാറ്റം വരുത്തണം. അതായത് 24 മണിക്കൂർ അതിൽ നമ്മൾ 30,000 മുതൽ 50,000 വരെ ചിന്തകൾ അത്ര നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോവുക. അതിൽ പകുതിയും നമ്മൾ ചീത്ത ചിന്തകളായിരിക്കും എന്നാണ് പറയണത്. അപ്പം നമ്മൾ ഈ ചീത്ത ചിന്തകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് തന്നെ എന്താ പറയുക, നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കണം. അതായത് ഒരു ദിവസം നമ്മൾ എന്താ പറയുക, എത്രത്തോളം ചിന്തകളാണ് പോസിറ്റീവായി ചിന്തിക്കണം അത്രത്തോളം തന്നെ എന്താ പറയുക നെഗറ്റീവ് ചിന്തകൾ അത്രത്തല്ല അതിനെക്കാട്ട് കൂടുതൽ തന്നെ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവായി ചിന്തിക്കണതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പറ്റി അതായത് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതായത് നമ്മുടെ മനസ്സിൽ തന്നെ പറയണം, എന്താ പറയുക, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് കേട്ടോ. അതായത് നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളും ഓരോ തരത്തിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്ന് കരുതിയിട്ട് നമ്മൾ അത് ശ്രമിക്കാതിരുന്നാൽ നമ്മളെ ജീവിതത്തിൽ പരാജയപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കോട്ടെ, നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ എന്താ പറയുക, എല്ലാത്തിനും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പം അതൊന്നും നമ്മൾ കണക്കാക്കണം. നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ തന്നെ നമുക്ക് പോസിറ്റീവ് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ട് ചിന്തകൾ വരുമ്പോൾ നമ്മളത് പോസിറ്റീവായി ശ്രമിക്കണം. അതായത് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല. അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഞാൻ ഇപ്പോൾ കുബൂസ് പരത്താൻ വരുന്ന ഇപ്പോൾ ചിലവർ വരുമ്പോൾ കറക്റ്റായിട്ട് ആദ്യം തന്നെ കറക്റ്റായിട്ട് പരത്തും കേട്ടോ. സ്പീഡിൽ തന്നെ ചടപടയെന്ന് മറ്റുള്ളവർ കൂടെ പരത്താൻ പറ്റും. എന്നാൽ ചിലവർ വരുമ്പോൾ ആദ്യത്തേക്കും സമയത്ത് അവർ എന്താ പറയുക മറ്റൊരു കൂടെ പറ്റാണ്ട് അവർക്കൊപ്പം എത്താൻ പറ്റില്ല. അതുപോലെ കുബൂസ് പരത്തണത് കറക്റ്റാവില്ല, വട്ടം കറക്റ്റാവില്ല, അങ്ങനെയൊക്കെയും വരും കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാൽ അവർക്ക് തന്നെ ടെൻഷനാവുക കാണുമ്പോൾ. അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ അവരോടത്ത് എപ്പോഴും പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ തന്നെയാണ് എല്ലാവരും വരുമ്പോഴും നിങ്ങൾ കറക്റ്റായിട്ട് പരത്തിക്കോ, അത് പറ്റുമോ നിങ്ങളെ കൊണ്ട്. ഇപ്പോഴത്തെ കുറച്ച് ദിവസം നോക്കണ്ട, ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവരൊപ്പം എത്താൻ പറ്റും, ടെൻഷൻ വേണ്ട എന്നൊക്കെ പറയും. എന്നാൽ എന്താ പറയുക, മറ്റുള്ളവർ കൂടെയുള്ള അവർ പറയും, ചിലവരൊക്കെ ഇങ്ങനെ അവർ കേൾക്കാണ്ടേക്കും പറയും എൻ്റെ അടുത്ത്, അതിന് പരത്താനൊന്നും പറ്റില്ല, നോക്ക് നമുക്ക് കണ്ടറിയാം ഓരോരുത്തരെ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ പരത്തുക, ഇതൊന്നും ശരിയാവുന്ന എന്താ പറയുകയാണെങ്കിൽ എല്ലാവരും വേഗം പരത്തിയാലേ അവർക്ക് തന്നെ വേഗം പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ദിവസം ഇത്ര കൂലി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാം. അപ്പോൾ അവർക്ക് അവരുടെ വേഗം പണികൾ കഴിച്ച് പോകണമെങ്കിൽ അവർക്ക് അവരുടെ ഒപ്പം പറ്റുന്ന ആൾക്കാർ വേണം. അപ്പോൾ അതുകൊണ്ട് അവരും കുറ്റം പറയും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുക പറഞ്ഞാൽ, നിങ്ങൾക്ക് ടെൻഷൻ ഒതുങ്ങിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റും,
പിന്നെ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും അവർ മറ്റുള്ളവരെ പോലെ ആവാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ അവർക്ക് പറ്റാതിരിക്കുക തന്നെ ചെയ്യുള്ളൂ. നമ്മൾ അവർക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റും, ഇവർക്കൊണ്ട് പറ്റും, എന്താ നിങ്ങൾക്കൊണ്ട് പറ്റാത്തത് എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കെ കറക്റ്റായിട്ട് തന്നെ അവർ ചെയ്യും, ഉഷാറായിട്ട് തന്നെ അവർ എല്ലാ പണികളും ചെയ്യും. അതേപോലെ തന്നെ ഓരോരുത്തരും ഓരോ കാര്യം, ഇതിപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതേപോലെയാവില്ല ഓരോ കാര്യങ്ങൾ, എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളുണ്ടാവില്ല, അത് ഓരോ തരങ്ങളാവുമല്ലോ. അങ്ങനെ ഈ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സോളാർ ഫിറ്റ് ചെയ്യാൻ വന്ന ആ അമൽ സിബി എന്ന് പറഞ്ഞിട്ട് മാനേജർ കേട്ടോ, സോളാർ ഫിറ്റ് ചെയ്യാൻ വന്നവർ. അപ്പം അവർ തന്ന ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു കേക്ക് ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായി, അടിപൊളി കേക്കായിരുന്നു എന്നൊക്കെയും പറഞ്ഞു കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ അത് കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ തിരക്കാരൻ ചോദിക്കാനും അങ്ങനെ വിട്ടുപോയി. പിന്നെ അതിന് വോയിസ് കൊടുക്കുന്ന സമയത്താണ് ഞാൻ ചോദിച്ചത് തന്നെ നമുക്ക്. അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു നല്ല താത്ത നല്ല ഇഷ്ടമായി എന്നൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനോടും ഒരു നന്ദി വേണം. അതേപോലെ തന്നെ അതായത് നമ്മുടെ ചുറ്റുമുള്ളവരോട്, അതേപോലെ തന്നെ എന്താ പറയുക, നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്ത് പൊട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ നോക്കുക, നല്ല കാര്യങ്ങൾ എഴുതി വയ്ക്കുക. പിന്നെ അത് നമുക്ക് ഇടയ്ക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു തൃപ്തി ഉണ്ടാവും, നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, അങ്ങനത്തെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അത് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി തരും കേട്ടോ. പിന്നെ നമുക്ക് പറ്റാത്തത് അല്ലെങ്കിൽ നമുക്ക് പറ്റിയില്ല, നമ്മൾ ശ്രമിക്കുക. പറ്റിയിട്ടില്ലെങ്കിൽ അത് ആലോചിച്ച് ഒരിക്കലും ടെൻഷൻ അടിച്ചിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എന്താ പറയുക, വരാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നാലും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ അതൊക്കെയും എന്താ പറയുക പോസിറ്റീവായിട്ട് തന്നെ എന്താ പറയുക കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ അത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ മാത്രം നമ്മൾ ചിന്തിക്കുക. അല്ലാണ്ട് നമ്മൾ അതിനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടും വിഷമിച്ചിട്ടും ഇരുന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അത് പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ അതുപോലെ സംസാരിക്കാൻ നോക്കുക. ചിലർക്ക് ചില സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടുണ്ടാവും. എന്നാലും നമ്മൾ ആലോചിക്കുക, ഇതിനകത്ത് എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ ഓരോ കാര്യങ്ങളും ഓരോ സിറ്റുവേഷൻസൊക്കെയും വരുമ്പോൾ നമ്മൾ അത് ആലോചിച്ച് തളർന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് തന്നെ ഇതൊക്കെ തന്നെയല്ലേ ജീവിതം. എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാവും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവും, ടെൻഷനുണ്ടാവും. അങ്ങനെ അപ്പം നമ്മൾ പറഞ്ഞത് തന്നെ നമ്മുടെ മക്കളാണെങ്കിലും ശരി, നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും ശരി കേൾക്കണമെന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ സിറ്റുവേഷൻസൊക്കെ അവർക്ക് പറഞ്ഞ് നമ്മൾ അവരെ എന്താ പറയുക മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതാണ് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക. അത് നമ്മൾ ചെയ്യുക തന്നെ വേണം കേട്ടോ. അതേപോലെ സമയം കിട്ടുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുക്സ് വായിക്കുക, അതേപോലെ നല്ല വീഡിയോസ് കാണുക. നമ്മൾ യൂട്യൂബിൽ തന്നെ വ്ളോഗുകൾ, നമുക്ക് എന്താ പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവായി ചിന്തിക്കുന്ന വ്ളോഗ്സ് കാണുക. നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ അതിന് തന്നെ നേരം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചിന്തിക്കുക. നമുക്കിത് ചെയ്യണം, അങ്ങനത്തെ ഒരു ലക്ഷ്യം നമുക്ക് തന്നെ വേണം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഓരോ നെഗറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ വന്നു ചേരും. അത് നമ്മൾ പോസിറ്റീവാക്കാൻ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ടത് പറ്റും. നമ്മൾ കഴിഞ്ഞത് ആലോചിച്ചിട്ട് നമ്മൾ ഒരിക്കലും ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളത് വീണ്ടും കുഴിയിൽ പോയി ചാടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞത് അങ്ങനെ അങ്ങോട്ട് പോട്ടെ, അതങ്ങോട്ട് വിടുക. അതുകൊണ്ട് നമുക്കതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇനി വരാനുള്ളത്, അതായത് ഇനി നടക്കാൻ പോണത്, അത് നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത്
നമ്മൾ കുറേ കിടന്നുറങ്ങിയിട്ടോ അതേപോലെ തന്നെ നമ്മൾ മടി പിടിച്ചിരുന്നിട്ടോ നമ്മളെ കൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ മടി പിടിച്ചിരുന്നാൽ നമുക്ക് ചിലവരുണ്ട് രാവിലെ എനിക്കറിയാം നമ്മുടെ കുബൂസ് പരത്താൻ വരുന്നവരെന്നെ പറയും വീട്ടിൽ പോവും, പണികൾ കഴിക്കും, കിടന്നുറങ്ങും, പിന്നെ അതേപോലെ പിറ്റേ ദിവസം എനിക്കും വരും. നമുക്ക് അങ്ങനെ ഒരു മടി പിടിച്ചിരുന്നാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി, അങ്ങനെ എന്താ പറയുക, രാവും പകലും കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. എന്താ പറയുക, ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ കിടന്നുറങ്ങിയ ഒരു കാര്യവുമില്ല. നമുക്ക് നമുക്ക് അതുകൊണ്ടൊന്നും കിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിനും പ്രശ്നം വരുള്ളൂ. നമ്മൾ നല്ലോണം ആക്റ്റീവായിട്ട് ഇരുന്നാൽ തന്നെ നമ്മുടെ ഹെൽത്ത് നല്ല ഹെൽത്തുമായിട്ട് വരുള്ളൂ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേനും അത് ഞാൻ കുറേ ഇതിൽ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര കിലോ കുറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, അതൊക്കെ ഞാൻ വ്ളോഗ് തരാം കേട്ടോ. ആർക്കെങ്കിലേക്ക് അത് ഉപകാരമായിക്കോട്ടെ. ഇനിയിപ്പോൾ വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അതും ഇടാം. ഞാൻ ഇന്ന മാതിരിക്കും ചെയ്തു, ഒരു കാര്യമില്ല. ഞാൻ വെയിറ്റിൽ അതേപോലെ തന്നെ നിൽക്കണമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ കേക്ക് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള കേക്കാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടി ഉണ്ടായിരുന്നു. വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്ര കുറച്ച്, അതായത് അങ്ങനെ ഒരു 2 ലവ്വയ്ക്കും വെച്ചിട്ട് കുറച്ച് ഡിസൈനും കൂടി ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇവരും നമ്മുടെ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമർ കേട്ടോ. ഗ്രീൻ ഗാർഡൻ പറഞ്ഞിട്ട് അവിടെ അവരുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവർ ഓർഡർ ചെയ്ത കേക്കാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ ഇനി ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് കേട്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആയില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി ഞാൻ നല്ല വ്ളോഗുകളൊക്കെ ആയിട്ട് വരാം, നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ മോട്ടിവേഷൻ എനിക്കുണ്ടെങ്കിൽ തന്നെ എനിക്കും ഇനി വീഡിയോസ് ഇട്ടിട്ട് ഓരോ കാര്യങ്ങളും എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ എൻ്റെ അടുത്ത് കുറേ പേരായി ഹോം ടൂർ ചെയ്യാൻ പറയണു. അപ്പോൾ ആ വീഡിയോസും ഞാൻ ഇനി അടുത്തത് ഇടാം, ഒരു ദിവസം ഇടാം. അതിനൊന്നും എനിക്കിപ്പോൾ ടൈം കിട്ടിയിട്ടില്ല. അതും അതേപോലെ തന്നെ കുറേ കാര്യങ്ങളും കുറേ വിശേഷങ്ങളും കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പങ്കുവയ്ക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ മടി പിടിച്ചിരിക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഇപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് ഇപ്പോൾ എല്ലാവരും കൊണ്ടും ചെയ്യാൻ പറ്റില്ല. അത് വീഡിയോസ് കാണുന്നവർ ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡള്ളായിട്ട് ഇരിക്കുക. അതേപോലെ മടി പിടിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വെച്ചാൽ ആയിക്കോട്ടെ, അവരത് മാറ്റി അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമല്ലേ. അപ്പം ഈ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ കുറച്ചും കൂടി ഇട്ടു. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. ഞാൻ പറഞ്ഞില്ല, ഷുഗർ ബോൾസൊക്കെ ഇട്ടിട്ട് പേരൊക്കെ എഴുതിയിട്ട് പിന്നെ ചെറിയൊരു ഡെക്കറേഷനും കൂടി ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയും പോയി, കുഴപ്പമില്ല. അപ്പം ഞാൻ പിന്നെ ഇടാതിരുന്നില്ല, എത്ര ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അതിട്ടു. പിന്നെയും കേക്കുകളുടെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇടാൻ പറ്റിയില്ല. ഒരു കേക്കിൻ്റെയും കൂടി ഉണ്ടായിരുന്നു, അതും പോയി എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ എടുത്തത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തപ്പോൾ അമർത്തിയപ്പോൾ അത് മൊത്തത്തിലായിട്ട് പോയി. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക, പോസിറ്റീവായിട്ടുള്ളത് ചെയ്യുക. അപ്പോൾ നമ്മളും പോസിറ്റീവാവും, നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരും. അപ്പോൾ ഇതൊന്നും തമാശയായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ കാണരുത്. കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തന്നെ ആ മാറ്റം വരുന്നത് കാണാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ടെൻഷൻ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റുക. നമുക്കുണ്ടാവും, ടെൻഷനുകളുണ്ടാവും. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ നല്ല വീഡിയോസോ വ്ളോഗ്സോ അതുപോലെ നമുക്ക് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങൾ കാണുക, ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യണേ.